ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഒരു കൃഷ്ണാനുഭവം പറയണമെന്ന് തോന്നിച്ചു. അതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. 20 വർഷങ്ങൾക്ക് മുമ്പ് 2005 ആണ് ഞാൻ ആദ്യമായിട്ട് ബഹ്റിനിലേക്ക് വരുന്നത്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു സഞ്ചരിച്ചത്. ആദ്യമായിട്ടാണ് ഞാൻ എയർപ്ലെയിനിൽ കയറുന്നത്. അപ്പോൾ എയർപ്ലെയിനിൽ കയറുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റോ ആകാംക്ഷയോ അങ്ങനത്തെ ഒരു ടെൻഷനോ എല്ലാം ഉണ്ടായിരുന്നു. വളരെ വൈകി എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റായിരുന്നു. അങ്ങനെ അവസാനം പ്ലെയിനിനുള്ളിൽ എത്തിപ്പെട്ടു. അപ്പോൾ എല്ലാം പേടിയാണ്, ഒരു ടെൻഷൻ പോലെ, സ്കെയർഡാണ് എല്ലാം. അപ്പോൾ എന്നിട്ട് ഭക്ഷണമൊക്കെ വന്ന് ചോദിച്ചു. അവർ ഞാനൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ കഴിച്ചിട്ടാണ് കയറിയത്, പക്ഷേ എനിക്കൊന്ന് ടെൻഷൻ കാരണം മിണ്ടാതിരിക്കുക. അപ്പോൾ പ്ലെയിനിലെ സ്റ്റീവേർഡായിട്ടുള്ള ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഈറ്റ് സംതിങ് എന്നൊക്കെ പറഞ്ഞ് വളരെ കൈൻഡായിട്ട്, വളരെ ജനറസ് ആയിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നോ താങ്ക് യു, എനിക്കൊന്നും വേണ്ട, വിശക്കുന്നില്ല. അപ്പോൾ അയാളൊരു പാക്കറ്റ് നട്ട്സ് കൊണ്ടുവന്ന് തന്നിട്ട് പറഞ്ഞു, ഇത് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ചായയോ കോഫിയോ എന്തെങ്കിലും വേണോ. അപ്പോൾ ഞാനൊരു കോഫിയോ എന്തോ ചായയോ എന്തോ വാങ്ങിച്ചു. അത് കുടിക്കാൻ തന്നു, വെള്ളമൊക്കെ കൊണ്ട് തന്നു. അത് കഴിഞ്ഞ് ഇയർഫോണിൻ്റെ ഇത് കൊണ്ട് തന്നിട്ട്, ഇപ്പം പ്ലെയിനിൽ യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാർക്കെല്ലാം അറിയാം. ഇപ്പോഴൊക്കെ നമ്മൾ വീഡിയോയും മൂവിയൊക്കെ കണ്ടിട്ടാണല്ലോ യാത്ര ചെയ്യാറ്. അപ്പോൾ അന്ന് വീഡിയോ ഒന്നുമില്ല, ഈ ഓഡിയോ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള ചെവിയിൽ വെക്കുന്ന ഇയർഫോൺസ് കൊണ്ട് തന്നിട്ട് എങ്ങനെയാണ് അത് പ്രവർത്തിപ്പിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നിട്ട് പോയി. ഞാൻ താങ്ക് യു ഒക്കെ പറഞ്ഞ് അത് വാങ്ങിച്ചു വെച്ചു. ഞാനിങ്ങനെ ട്യൂൺ ചെയ്തപ്പോൾ ഏതോ ഒരു ചാനൽ, എനിക്കറിയില്ല, ഇതൊന്നും നോക്കാനൊന്നും അറിയില്ല, ജസ്റ്റ് കേട്ട് നോക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കാം എന്നുള്ള രീതിയിൽ കേട്ടപ്പോൾ ഒരു ചാനൽ വന്നു. അതിൽ ഞാൻ കേൾക്കുന്നത് ഒരു പ്രായമുള്ള ഒരാൾ, എനിക്ക് തോന്നുന്നതാണ്, ആ സംസാരത്തിൽ നിന്ന് മനസ്സിലായതാണ്, പ്രായമുള്ള ഒരാൾ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ്. അപ്പോൾ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് അയാൾ പറയുന്ന കഥ മറ്റൊന്നുമല്ല, ഭഗവാന്റെ കഥ പറയുകയാണ്. ആ 4 മണിക്കൂർ നേരവും, കൊച്ചിയിൽ നിന്ന് ഞാൻ ബഹ്റിനിൽ 4-4.5 മണിക്കൂർ നേരം ബഹ്റിനിലേക്ക് എത്തുന്ന അത്രയും സമയവും ഞാൻ ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ പല കൃഷ്ണാനുഭവങ്ങളിൽ വളരെ ഹൃദ്യമായതും ആരും വിശ്വസിക്കാത്തതുമായിട്ടുള്ളൊരു മിഡിൽ ഈസ്റ്റിലേക്ക് വരുന്ന ഒരു എയർക്രാഫ്റ്റിൽ ഇങ്ങനെ 24 മണിക്കൂറും എന്ന് പറയുന്ന മാതിരി ഭഗവാന്റെ കഥ പറയുന്ന ഒരു വീഡിയോ കണ്ടു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഓഡിയോ കേട്ടു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നില്ല. ഞാൻ പറയുന്ന ആരും വിശ്വസിക്കുന്നില്ല. പക്ഷേ അതായിരുന്നു എൻ്റെ അനുഭവം. ഒരു പ്രശ്നവുമില്ലാതെ ഞാൻ വളരെ സന്തോഷത്തോടെ ഭഗവാന്റെ ബാലലീലകളും, അവതാരം മുതൽ ബാലലീലകളും എല്ലാ കഥകളും അയാളിങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുന്നതായിട്ട് അത് കേട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. ഇപ്പം എന്തോ അത് പറയണം തോന്നി. സർവം കൃഷ്ണാർപ്പണമസ്തു. ഗോവിന്ദ ഗോവിന്ദ.